പ്രായത്തെ തോൽപ്പിക്കുന്ന കാർഷിക പൈതൃകത്തിൻ്റെ മാതൃകയാവുകയാണ് മത്തായി ചേട്ടൻ എന്ന വയോധിക കർഷകൻ. This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. തൻ്റെ 78ാമത്തെ വയസ്സിലും കാർഷിക മേഖലയിൽ ശാസ്ത്രീയമായ കൃഷിയിലൂടെ മികച്ച വരുമാനം നേടുകയാണ് മത്തായി ചേട്ടൻ എന്ന ഈ വയോധിക കർഷകൻ. ചെറുപുഴ മീൻതുള്ളിയിലെ പരമ്പരാഗത കർഷകനായ മത്തായി ചേട്ടൻ തൻ്റെ 78ാമത്തെ വയസ്സിലും ക്ഷീണമൊട്ടും പ്രകടിപ്പിക്കാതെയാണ് കൃഷി വിജയത്തിൻ്റെ വഴികൾ അന്വേഷിക്കുന്നത്. കുരുമുളക് ഗ്രാഫ്റ്റിംഗ്, കുറ്റിക്കുരുമുളക് എന്നിവ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന മത്തായി ചേട്ടൻ്റെ വീട്ടിൽ ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സന്ദർശകരാണ്. ഈ തയ്യനെ വരുന്ന ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേന് കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം കരിവണ്ടിയോ പന്നീരോ അല്ലെങ്കിൽ കുമ്പുങ്കലോ ഏതെങ്കിലും ചെയ്യും. കുമ്മായം, പിന്നെ ബോറാക്സ്, സിങ്ക്, പിന്നെ മഗ്നീഷ്യം, അതെല്ലാം ചെറിയ തോതിൽ മതി. അത് ഈ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് വലിയ പൈസ മുടക്കിയിട്ടാണ് ചെയ്ത്. ചെറിയ പൈസ 19 എന്ന് പറയുമ്പോൾ 5 വളരെ കുറച്ച് പൈസയും കുറവാ. കാരണം 500ന്റെ ഒരു പാക്കറ്റ് 19 ഉണ്ടെങ്കിൽ അത് 100 ലിറ്റർ വെള്ളത്തിനുണ്ട്. 5 ഗ്രാമശാമം 100 ലിറ്റർ പോയിട്ട് ഇതിന് 10-15 ലിറ്റർ മതി ഇതിനടിക്കാൻ. അപ്പൊ ഒരു കൊല്ലം കൊണ്ട് പോലും ഇത് തീരുന്നില്ല. ഇതുകൂടാതെ ഇതിന് കപ്പയ്ക്ക് അടിക്കുന്നുണ്ട്, ചേനയ്ക്ക്, മറ്റു കൃഷി എല്ലാത്തിനും അടിക്കുന്നുണ്ട്. പോളിയാർ ആപ്ലിക്കേഷൻ, പത്രപോഷണം അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ തന്നെ എല്ലാ കൃഷിയും ഇതൊന്നല്ല, കപ്പയാണേലും ചേന, എല്ലാ കൃഷിയും സാധാരണ ഇരട്ടി 3 ഇരട്ടിക്കുള്ളിൽ എനിക്ക് വിളവ് നേരത്തെ മുതൽ കിട്ടും. ശാസ്ത്രീയമായ കൃഷി രീതിയിലൂടെ കാപ്പിയിലും മികച്ച വിളവ് നേടിയിരിക്കുകയാണ് ഇദ്ദേഹം. കാർഷിക പരിചരണത്തിൻ്റെ താല്പര്യം കാത്തുസൂക്ഷിക്കുമ്പോഴും പ്രായത്തെ വെല്ലുന്ന കൃഷി താല്പര്യത്തിലും ഒറ്റയ്ക്ക് താമസിച്ചാണ് ഇദ്ദേഹം കർഷകർക്ക് ഗുണപ്രദമാകുന്ന മാതൃക പരീക്ഷിക്കുന്നത്. കൃഷിയോട് ചെറുപ്പത്തിലെ തന്നെ തോന്നിയ താല്പര്യവും വിശ്വാസവുമാണ് ഇദ്ദേഹത്തെ ഈ പ്രായത്തിലും കൃഷിയിൽ പിടിച്ചു നിർത്തുന്നത്. ഞാൻ ഇത് കൂടുതലായിട്ട് ഈ കൃഷിയിൽ ഇത്രയും വരാൻ കാര്യം 2010 മുതൽ ഞാൻ കൃഷിഭവനുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടായി. അപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ കിട്ടി. എന്നാൽ അതിനുപരിയായി ഇപ്പോൾ ഒരു 4 കൊല്ലമായിട്ട് സുരേഷ് സാർ വന്ന പിന്നെ എനിക്ക് കൂടുതലായിട്ട് ആ വിവരങ്ങൾ കിട്ടുകയും എന്റെ കൃഷിസ്ഥലം നോക്കുകയും പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നോട് ചോദിക്കുകയും ചെയ്യും. എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പം ആ രീതിയിൽ വന്നതുകൊണ്ട് എന്റെ കൃഷികൾ ഓരോ കൃഷിയും ഓരോ കൊല്ലം ചെല്ലുന്തോറും മെച്ചപ്പെട്ട് വരികയാണ്. പൈസ മുടക്ക് കുറവും ഉള്ളൂ. പിന്നെ സാധാരണ രീതിയിൽ എല്ലാവരും വളം കൊണ്ടിടും, ഇഷ്ടം പോലെ വളമിട്ടേക്കും. പക്ഷെ ആ വളം എല്ലാത്തിനും അതിന്റെ ആവശ്യം കാണുകയില്ല. വിശക്കുന്ന സമയത്ത് ആഹാരം കൊടുക്കണം. അതിന് രോഗം പിടിച്ച കുറേ ആഹാരം കൊടുത്താൽ അതുകൊണ്ട് ഗുണമില്ല. നമ്മള് ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും പരമ്പരാഗതമായ കൃഷിരീതി അവലംബിക്കുന്ന, അതോടൊപ്പം ശാസ്ത്രീയ കൃഷിരീതി അവലംബിക്കുന്നതായ കർഷകനാണ് മത്തായി ചേട്ടൻ. അപ്പോൾ മത്തായി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് ടെക്നോളജി സ്വായത്തമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ കൃഷിഭവൻ നൽകുന്ന ഒരുപാട് പരിശീലനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നിത്യസന്ദർശകരാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ അദ്ദേഹത്തിന് അവാർഡും ആദരവെല്ലാം നൽകിയതാണ്. അപ്പൊ ഈ വർഷം പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാപ്പിയിൽ മികച്ച വിളവാണ്. അത്രയും ശാസ്ത്രീയമായ രീതി അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം, നമ്മൾ സാധാരണ രീതിയിൽ പൊട്ടാസ്യത്തിന്റെ കാര്യമെല്ലാം പറയുന്നുണ്ട്, പൊട്ടാസ്യെല്ലാം വേണ്ട രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതേപോലെ സൂക്ഷ്മ മൂലകങ്ങൾ, മണ്ണ് പരിശോധന, ഇതെല്ലാം കൃത്യമായ രീതിയിൽ ചെയ്തുകൊണ്ട് കൃഷിയിടം അതേ രീതിയിൽ ഈ പ്രായത്തിലും അതേ രീതിയിൽ കൃഷിയിടം സംരക്ഷിക്കുന്നത് മാത്രമല്ല
സ്വയം തന്നെ കൃഷിയിടത്തിൽ വളരെ നമുക്കിപ്പോൾ ഈ ചേനത്തോട്ടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ നീറ്റായി ഒരു പുല്ല് പോലും ഓരോ ദിവസവും പുല്ല് പറിക്കുന്ന രീതിയിലാണ് ഈ ചേനത്തോട്ടം. അതുപോലെ തന്നെ കപ്പ, വാഴ, അപ്പുറം നമ്മളെ കുരുമുളക് ഉണ്ട്. കൃത്യമായിട്ട് അവിടെ ശാസ്ത്രീയമായ രീതിയിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പലി വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. കുറ്റിക്കുരുമുളക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് ഒരു ഭാഗത്ത് പച്ചക്കറി വഴുതിന അവിടെ ചെയ്തിട്ടുണ്ട്. കുരുമുളകാണെങ്കിൽ ഇതൊരു മികച്ച കുരുമുളക് തോട്ടമാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാ ഗോൾഡ്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.